നമസ്കാരം. നമ്മൾ പലപ്പോഴും ഈ മൈക്രോഫ്ലോറയുടെ ഭക്ഷണം തിരഞ്ഞു നടക്കാറുണ്ട് അല്ലേ? ഞാനെപ്പോഴും പറയില്ലേ, വയറിനകത്ത് നമ്മുടെ ശരീരത്തിൽ ഒരു 95% പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സൂക്ഷ്മാണുക്കൾ നമ്മുടെ വയറിനകത്ത് ഇരിപ്പുണ്ട്. അതിനുള്ള ഭക്ഷണം കൊടുക്കണമെന്ന് ഞാൻ പറയാറില്ല എപ്പോഴും. അപ്പോൾ അതിനുള്ള ഭക്ഷണമാണ് ശരിക്കും നാരുകളടങ്ങിയ ഭക്ഷണം തന്നെയാണ് അതിന് വേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ വേവിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൻ്റെ നാരുകൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നെ പലപ്പോഴും പലരും പറയുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്, തൈര് കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്തുകൂടെ കിട്ടുന്ന പ്രോബയോട്ടിക് നാരുകൾ ഈ മൈക്രോ ഫ്ലോറയുടെ ഭക്ഷണമാണെന്ന്. അതൊരിക്കലും ശരിയായി വരത്തില്ല. ആ പ്രോബയോട്ടിക്സ് സ്റ്റൊമക്ക് ലെവലിൽ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു പാലിനകത്ത് അടങ്ങിയിരിക്കുന്ന ഹോർമോൺസ് ഉണ്ടല്ലോ, ഗ്രാസ് ഫെഡ് കവ് അല്ലെങ്കിൽ പശുവിന് പുല്ല് കൊടുത്ത് വളർത്തുന്ന പശുവിൻ്റെ പാല് അത്ര കുഴപ്പമില്ല. അതേസമയം നമ്മളിപ്പം ഈ കെമിക്കൽ എന്ന് പറയുമ്പോൾ കാലിത്തീറ്റ കൊടുത്ത് വളർത്തുന്ന പശുവിൻ്റെ പാലിനകത്ത് യാതൊരു ഗുണത്തേക്കാളേറെ ദോഷമാണ്. അതുമാത്രമല്ല, അനിമൽസിൻ്റെ പാലത്ര മനുഷ്യന് നല്ലതുമല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോസിബിലിറ്റി നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. ആരും തൈര് കഴിച്ചിട്ട് വയറ് ശരിയാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇന്നും എൻ്റെ അടുത്തൊരു ഡോക്ടർ വന്ന് അവർ തൈര് സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വയറിനകത്ത് H. പൈലോറി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എത്ര നാളായിട്ട് ഡോക്ടേഴ്സാണ് അവർ. ഒരാൾ ന്യൂക്ലിയർ മെഡിസിൻ വർക്ക് ചെയ്യുന്ന ഡോക്ടർ വൈഫിനെ കൊണ്ട് വന്നിരിക്കുക, വൈഫ് മറ്റ് ജനറൽ മെഡിസിൻ ഡോക്ടർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം, തൈര് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. തൈര് കഴിക്കുന്നത് കൊണ്ട് ഗുണത്തേക്കാളേറെ ദോഷവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളാരും കഴിക്കരുതെന്നല്ല, കുഴപ്പമൊന്നും ശരീരത്തിന് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് കഴിക്കാം, ഞാൻ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ എല്ലാവരുടെയും ശരീരം ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വിവേചന ബുദ്ധിയോടുകൂടി ഈ കാര്യങ്ങളെ സമീപിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പലപ്പോഴും ഞാൻ മൈക്രോഫ്ലോറയ്ക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ സോർക്രാറ്റ്, അതുപോലെ പിക്കിൾഡ് വെജിറ്റബിളൊക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. എന്നാൽ ഈ ഒരു മൈക്രോഫ്ലോറ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ ഒത്തിരി തകരാറുകൾ വന്ന ചില പേഷ്യൻസിൻ്റെ കാര്യം ഞാൻ പറയുമായിരുന്നു. മുഖം കറക്കുന്നു, ശരീരം മെലിയുന്നു, മുടി കൊഴിയുന്നു എന്ന 3 കാര്യങ്ങൾ എപ്പോഴും പറയാറില്ലേ? അത് സത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്. നിങ്ങൾ ഈ 3 കാര്യം ഒരുമിച്ച് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തീർച്ചയായും ഈ മൈക്രോഫ്ലോറയുടെ റോള് വളരെ കൂടുതലാണ്. മൈക്രോഫ്ലോറ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസരത്തിലാണ് ഇങ്ങനെ വരുന്നത്. ഇത് യൂഷ്വലി നമ്മുടെ ഈ ഒരു കോവിഡ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു കാര്യം കണ്ടുവരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം തന്നെ. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് വളരെ നല്ല ഒരു ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുമുള്ള നന്നായിട്ട് മുഖം തുടുക്കാൻ മാത്രമല്ല, ശരീരത്തിന് വണ്ണം വയ്ക്കാനും മൈക്രോഫ്ലോറയ്ക്കുള്ള ഭക്ഷണം കൊടുക്കാനും അതുപോലെ തന്നെ എല്ലാ പോഷകങ്ങളും ഒരുമിച്ച് കൊടുക്കാനും പറ്റിയ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു നല്ല ഡ്രിങ്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കസ്റ്റാർഡ് ആപ്പിളാണ്. ഇത് വെച്ച് നമ്മൾ നേരത്തെ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയിട്ടുണ്ട്, അത് കുറച്ച് വ്യത്യസ്തമാണ്. ഇപ്പം ഈ കസ്റ്റാർഡ് ആപ്പിൾ, ഇത് കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയുന്നത് ആനമുന്തിരി എന്ന് പറയും. ഇത് എല്ലാവർക്കും അറിയാം ഇപ്പം ഇഷ്ടംപോലെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇത് തുറന്നിട്ട് ഇതിനകത്തുള്ള കുരു എടുത്ത് കളഞ്ഞ് അകത്തിരിക്കുന്ന ഫ്ലഷ് ഉണ്ടല്ലോ, അത് മാത്രം എടുക്കണം. അതെടുത്ത് അതിനോടൊപ്പം ഏത്തപ്പഴം വേണം. ഒരു 100 ഗ്രാം ഈ കസ്റ്റാർഡ് ആപ്പിളിൻ്റെ ഇതെടുക്കുക, പൾപ്പെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഏത്തപ്പഴം, നല്ല പഴുത്തൊലഞ്ഞ നാടൻ ഏത്തപ്പഴം എടുക്കണം. അത് രണ്ടും കൂടെ അടിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ പാത്രത്തിലിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ അത് രണ്ടും അതിനോടൊപ്പം കുറച്ച് തേങ്ങാപ്പാലും ചേർത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ ചെയ്തിരിക്കുന്നത് കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത്, അതൊരു 10-20 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഡേറ്റ്സും 20 എണ്ണം എടുത്ത് അതും തേങ്ങാപ്പാലും കൂടെ അടിച്ചതാണ് ഈ പാത്രത്തിലിരിക്കുന്നത്. ഓക്കെ. ഇത് രണ്ടും വ്യത്യസ്തമായിട്ട് ഞാൻ കാണിക്കുക, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് സൗകര്യത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിന്നെ അതിനോടൊപ്പം നമ്മൾ ഒരു സീസണിങ് എന്ന രീതിയിൽ ഈ സൺഫ്ലവർ സീഡ് ചേർത്തിട്ടുണ്ട്. സൺഫ്ലവർ സീഡ് അറിയാമല്ലോ, സൂര്യകാന്തിയുടെ വിത്ത്. ഇത്രയുമാണ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു പ്രോബയോട്ടിക് ഡ്രിങ്കിന് ആവശ്യമായ ചേരുവകൾ. അപ്പോൾ എങ്ങനെ തയ്യാറാക്കി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇത് 2 രീതിയിൽ എന്താണ് ഇങ്ങനെ അടിച്ചെടുത്തത്, ഒരുമിച്ചിട്ട് അടിച്ചാൽ പോരെ?
ചോദിക്കാനുള്ള സ്വാഭാവികമായ ചോദ്യം. അതെന്താണെന്ന് വെച്ചാൽ ഈ നട്ട്സില്ലേ, ഇതിന് രണ്ടിൻ്റെയും ഇതിൻ്റെ എന്താ പറയുക, അരഞ്ഞു വരാനായിട്ട് ഒരു വ്യത്യാസമുണ്ട്. നട്ട്സ് നന്നായിട്ടൊന്ന് അരയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഏത്തപ്പഴം അതുപോലെ തന്നെ കാഷ്യൂനട്ടും കൂടെയാണിത്. രണ്ടും ഒരേ ക്വാണ്ടിറ്റി തന്നെ എടുക്കാം. ഇതൊക്കെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. എന്നിട്ട് എല്ലാ ദിവസവും കുറച്ച് ഇതുപോലെ ഒരു ഗ്ലാസ്സിനകത്ത് എടുത്ത് കുടിക്കുക. ഇത് കുഞ്ഞുങ്ങൾക്കും കൊടുക്കുക, ഏറ്റവും നല്ലതാണ്. ബെസ്റ്റ് കോമ്പിനേഷനാണ്, അടിപൊളി ടേസ്റ്റും ആയിരിക്കും. ഞാനത് വായിച്ച് കൊതി വന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ തയ്യാറാക്കിയ സമയത്ത് തന്നെ ചെറുതായിട്ടൊന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്തപ്പോൾ സൂപ്പർ ടേസ്റ്റ്. നമുക്ക് ഈ സൺഫ്ലവർ സീഡ് നിങ്ങളുടെ ഓപ്ഷനാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ള പംകിൻ സീഡ് ഇടാം, മെലൺ സീഡ് ഇടാം. ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ കുട്ടികൾക്ക് ഇപ്പോൾ ഇത് കൊടുക്കുമ്പോൾ അവർക്ക് ചിലപ്പം ഇതിന് ഒരു നല്ല ഫ്ലേവർ വേണമെങ്കിൽ ഒരു വാനില എസൻസിൻ്റെ ഒരു 2-3 തുള്ളി ഇതിനകത്ത് ചേർക്കാം. അല്ലെങ്കിൽ കൊക്കോ പൗഡറല്ല, ചോക്ലേറ്റ് ഡ്രിങ്കൊക്കെ കിട്ടും, അതിൻ്റെ കുറച്ച് ചേർക്കാം. അതിപ്പം വലിയ തകരാറൊന്നും വരത്തില്ല. ചെറിയ തോതിൽ ഇതിനോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികൾ കഴിച്ചോളും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു ഫ്ലേവർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഏലക്കയോ അതുപോലെ ചുക്കോ എന്തെങ്കിലും കൂടെ ഇതിനോടൊപ്പം ചേർക്കാവുന്നതാണ്. ടേസ്റ്റ് ചെയ്യാം. കമൻസ് പല രീതി വരുന്നുണ്ട്. നിങ്ങളിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നമ്മളെ ബോറടിപ്പിക്കാതെ എന്ന്. മറ്റുള്ളവർ പറയോ മാനം കഴിക്കുന്ന കാണുമ്പോഴത്തേക്ക് കൊതി വരുന്നു. പല കമൻസും വരുന്നുണ്ട്. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. എന്തായാലും ഞാൻ എൻ്റെ യൂഷ്വൽ പ്രോസസ്സിൽ ഞാനങ്ങ് പോവാണ്. ടേസ്റ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റാണ്. സൺഫ്ലവർ സീഡും കൂടെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ക്രഞ്ചി ഫീലിംഗാണ്. മധുരം, ഇതിന് എക്സ്ട്രാ മധുരം ചേർക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നല്ല മധുരമുണ്ട്. ഏത്തപ്പഴത്തിൻ്റെ മധുരവും കസ്റ്റാർഡ് ആപ്പിളിന് പറയണ്ടല്ലോ, എക്സലൻറ്റ് മധുരമാണ്. അതുപോലെ തന്നെയാണ് ഡേറ്റ്സ്. അത് മറന്നു പോകരുത്. 4 സംഭവമാണ്: കസ്റ്റാർഡ് ആപ്പിൾ, ഡേറ്റ്സ്, കാഷ്യൂനട്ട്, ഏത്തപ്പഴം. ഇത് 4ഉം കൂടെ. പിന്നെ വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് മറ്റൊരു ഓപ്ഷനുണ്ട്. ഇത് നമുക്കൊരു പുഡിംഗ് പോലെ ഉണ്ടാക്കാം. ഇതിനകത്തേക്ക് കുറച്ച് ജലാറ്റിൻ, ഒരു 10 ml ജലാറ്റിൻ വെള്ളത്തിലൊന്ന് കുതിർത്ത് ഒരു ഡബിൾ ബോയിലിംഗ് രീതിയിൽ ജലാറ്റിൻ ഒന്ന് നന്നായിട്ട് അലിയിച്ചെടുത്ത് ഇതിനകത്ത് ചേർത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ പുഡിങ്ങും ആവും. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. നല്ല പുഡിങ്ങായിട്ട് കൊടുക്കാം. പിന്നെ ഫ്ലേവറിന് വേണ്ടി ഈ പറഞ്ഞ വാനില എസൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടിയും മറ്റുള്ള ന്യൂട്രീഷണൽ ആസ്പെക്റ്റും എന്ന് പറയുമ്പോൾ കസ്റ്റാർഡ് ആപ്പിളിൽ 4 ഗ്രാം ഫൈബറും 2 ഗ്രാം പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് 100 ഗ്രാമിൽ. ജസ്റ്റ് ഇമാജിൻ. എന്നാൽ അതിൻ്റെ കലോറിഫിക് വാല്യൂ വെറും 89 ഉള്ളൂ 100 ഗ്രാമിൽ. ശരിക്കും പറഞ്ഞാൽ നല്ല മധുരം ഉണ്ടെങ്കിലും കലോറിഫിക് വാല്യൂ അത്രയേ ഉള്ളൂ 100 ഗ്രാമിൽ. പിന്നെ അതിൻ്റെ അകത്ത് വൈറ്റമിൻസും മിനറൽസും, വൈറ്റമിൻ സിയുടെ കലവറയാണ് വളരെ കൂടുതലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് മാഗ്നീഷ്യം, കാൽസ്യം, അയൺ ഇങ്ങനെയുള്ള മിനറൽസ് നന്നായിട്ടുണ്ട്. അതോടൊപ്പം വൈറ്റമിൻ B6 വളരെ കൂടുതലുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല പോഷകങ്ങളുടെ കലവറയാണ്. അറ്റ് ദ സെയിം ടൈം വളരെ ഫില്ലിംഗ് ആണ്. ഏറ്റവും നല്ല മൈക്രോഫ്ലോറയുടെ ഭക്ഷണമാണ്. കാരണം ഫൈബറില്ലേ, അതുപോലെ തന്നെയാണ് ഏത്തപ്പഴം. ഏത്തപ്പഴത്തിന് അതിൻ്റെ നേരെ പകുതിയേ ഉള്ളൂ. പ്രോട്ടീൻ കണ്ടൻറ്റ് 1 ഗ്രാമും ഫൈബർ 2 ഗ്രാമും അടങ്ങിയിട്ടുള്ളൂ. കസ്റ്റാർഡ് ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അത് ക്വാളിറ്റിയിൽ കുറവാണ്. അതോടൊപ്പം വൈറ്റമിൻ സി ആണെങ്കിലും വളരെ കുറവാണ്. പിന്നെ B6 കുറച്ചുണ്ട്. പിന്നെ ഈ പറഞ്ഞ മഗ്നീഷ്യവും കാൽസ്യവും അയണും ഒക്കെ ഏത്തപ്പഴത്തിലും കുറച്ചടങ്ങിയിട്ടുണ്ട്. പിന്നെ കാഷ്യൂനട്ടിനെയാണ് എടുത്ത് പറയാനുള്ളത്. ഈ കാഷ്യൂനട്ട് അങ്ങ് വാരി തിന്ന് കളയരുത്. 100 ഗ്രാമിനകത്ത് 20 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് കാഷ്യൂനട്ടിൽ. പക്ഷേ കലോറിഫിക് വാല്യൂ 100 ഗ്രാമിന് 600 അത് ഓർമ്മ വേണം. നമ്മളൊരു 5-10 കഴിക്കുമ്പോൾ തന്നെ കലോറി ഭയങ്കരമായിട്ട് കൂടിപ്പോകും. പക്ഷേ ഇത് ഒരു ഗ്ലൈസമിക് ലോഡ് കുറവായതുകൊണ്ട് പേടിക്കേണ്ട, കഴിക്കരുത് നല്ല കഴിക്കാം. എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. 5-10 ഒക്കെ കഴിക്കാം മാക്സിമം. പിന്നെ ഇതിനകത്തുള്ള ന്യൂട്രിയൻ വാല്യൂ വളരെ കൂടുതലാണ്. എല്ലാ ന്യൂട്രിയൻസും നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് കാഷ്യൂനട്ടിൽ. പിന്നെ അതുപോലെ തന്നെ സൺഫ്ലവർ സീഡിൽ
വളരെ റെയറായിട്ടുള്ള വൈറ്റമിൻ എ, ഡി, ഇ, കെ ഇങ്ങനെയുള്ള വൈറ്റമിൻസ്, ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാറ്റി ആസിഡ്സ്, ഒമേഗ-3 ഫാറ്റി ആസിഡ്സൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെ കാര്യം പറയണ്ടല്ലോ. നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ അകത്തു നിന്നാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ എടുക്കുന്നത്. തേങ്ങാപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ഞാൻ എന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതെന്തായാലും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഡ്രിങ്കാണ്. അതുപോലെ തന്നെ വയറിന് പ്രശ്നമുള്ളവർക്ക് കഴിക്കാം. പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഇത് ഡയല്യൂട്ട് ചെയ്ത് തേങ്ങാപ്പാൽ കുറച്ച് കൂടുതൽ ചേർത്തിട്ട് കുടിക്കാൻ ശ്രമിക്കുക. ഇത് വളരെ തിക്ക് കൺസിസ്റ്റൻസിയാണ്. അപ്പം ഇങ്ങനെ ഇത്ര ആവണമെന്നില്ല. കൂടുതലായിട്ട് തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമുക്ക് കുടിക്കുന്ന ഒരു ഡ്രിങ്കിങ് കൺസിസ്റ്റൻസി എടുക്കാം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പ് കൺസിസ്റ്റൻസിയിലാണ് ഇതിരിക്കുന്നത്. എങ്ങനെ വേണമല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ട് അതിനെ ഡയല്യൂട്ട് ചെയ്യാം. പിന്നെ അതുപോലെ ഇതിന് മറ്റു 2-3 ഉപയോഗങ്ങളെന്ന് പറഞ്ഞാൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിന് വളരെയധികം എഫക്റ്റീവായിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ സന്ധിവാദമുള്ളവർക്ക് ഇവർ കഴിയുന്നതും ഈ വേവിച്ച ഭക്ഷണങ്ങൾ കുറച്ചുകൊണ്ട് ഇങ്ങനെയുള്ള അൺകുക്ക്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും ഇതുപോലുള്ള നട്ട്സും ഒക്കെ ഉള്ളത് അടിച്ച് കഴിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായും ഇത് നല്ല ഒരു റെസിപ്പി ആയിരിക്കും ഇത്. അതുപോലെ തന്നെ സോറിയാസിസ് ഇങ്ങനെയുള്ളവർക്കൊക്കെ കൂടുതൽ വേവിച്ച നമ്മളെ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണമെന്നാണ്. ടോട്ടലായിട്ട് കാർബോഹൈഡ്രേറ്റ് കുറച്ചുകൊണ്ട് ന്യൂട്രിയൻ വാല്യൂ കൂടുതൽ, ഫൈബർ കൂടുതൽ, പ്രോട്ടീൻ, അതുപോലെ തന്നെ നല്ല ഫാറ്റ്, ഇതെല്ലാം ഒരുപോലെ അടങ്ങിയിരിക്കുന്ന മോസ്റ്റ് ഐഡിയൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നിങ്ങളെല്ലാവരും പരീക്ഷിക്കുക. കമൻറ്റ് ബോക്സിൽ വിവരങ്ങൾ അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.